ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യത്തിൽ ഈ കഥയില് ജഗന്നാഥന്റെ റോൾ എന്താ? വില്ലനാണോ? ഞങ്ങളൊക്കെ കൂട്ടുകാരായിരുന്നു. ജഗനൊരു വില്ലനാകാൻ സാധ്യതയില്ല. പിന്നെ മനുഷ്യനല്ലേ. എന്താ സംഭവിച്ചതെന്ന് ശരിക്കും എനിക്ക് അറിഞ്ഞൂടാ. മഹാദേവ് വർമ്മ സാറ് മരിച്ചതിന് ശേഷം ഞാൻ സൂര്യമംഗലം വിട്ടു. വർമ്മ സാറ് മന്ത്രിയാകുന്നതിന് മുൻപ് ഞാൻ മനഃപൂർവ്വം ആകുന്നു. അച്ഛാ, എന്തായാലും ഇതെല്ലാം ഒന്ന് കണ്ടെത്തണം. ജഗനിപ്പോ നമ്മുടെ കൂടെ ഇല്ലേ? നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. എന്നാൽ ഈ കാര്യം ഇപ്പൊ ആരും അറിയണ്ട. ഇത് രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. പ്രതാപ, എന്തേ എന്തെങ്കിലും പറയാനുണ്ടോ? നീ ഓഫീസിലേക്ക് പോവാണോ? ഞാൻ രാജുവിനെ കാത്തിരിക്കായിരുന്നു. അപ്പോഴാ യാമിനി പറയുന്നത് രാജു വരില്ലെന്നു. ഋതുമോൾക്ക് പനിയാണെന്നോ? ആ, ഞാനും ഋതികയെ കുറിച്ചൊരു കാര്യം അറിഞ്ഞു. അത് പറയാനാ ഞാനിപ്പോ വന്നേ. എന്താ? എടാ, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടു. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങള്? പ്രതാപ, രാജുവും ഋതികയും തമ്മിലാ പ്രശ്നങ്ങള്. നീങ്ങി വന്നേ. അതെ, അവര് തമ്മില് വഴക്ക് തുടങ്ങിയിട്ട് കുറെ നാളുകളായെന്നാ ഞാൻ കേട്ടെ. ഈ ഇടയ്ക്കാ അത് മറന്നീക്ക് പുറത്തു വന്നേ. എല്ലാവരും നിർബന്ധിച്ചപ്പോ അവൻ ഒരു ചടങ്ങിനെ നമ്മുടെ കുഞ്ഞിനെ കെട്ടിയതാണത്രേ. അവന് ഋതുമോളോട് അത്ര ഇഷ്ടമൊന്നും അല്ല പ്രതാപ. അവനെ നമ്മുടെ കുഞ്ഞിനെ ചതിക്കുമായിരുന്നു പ്രതാപ. അവനെ ഇപ്പോഴും ആ പലിശക്കാരി രുക്മിണിയുടെ അവരുടെ മോളുമായിട്ട് അടുപ്പം. അവൻ സന്ധ്യ കഴിഞ്ഞാലേ രമ്യയുടെ വീട്ടിലാ. രാത്രി അവിടെയാ അവന്റെ ഊണും ഉറക്കവും. വെളുപ്പിനെ അവൻ തിരിച്ചു വരൂ. വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. വ്യക്തി വൈരാഗ്യം ഉണ്ടെന്ന് കരുതി എന്തോ അങ്ങ് പറയരുത് ചേച്ചി. അത് മോശമാ. ദീപകിനെ പോലെ ഒരു വിടനും ആവാസനൊന്നും അല്ല അവൻ. അവൻ വളരെ നല്ല സ്വഭാവമുള്ള ഒരുത്തനാ. പിന്നെ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതറിയണം. അത് ഞാൻ തിരക്കിക്കൊള്ളാം. വെറുതെ അവന്റെ വായിരിക്കുന്ന നല്ലത് കേട്ടു. ഷാജുവിനെ കുറിച്ച് എന്തു പറഞ്ഞാലും ഇവൻ വിശ്വസിക്കില്ല.